നാളെ കുമ്പളങ്ങ മീനോട്ട് കറി വെക്കണം. ഉച്ചക്കത്തെ നല്ല സുഖമായ കറി പുളിയിട്ടിട്ട് കേട്ടോ. നാളെ കുമ്പളങ്ങ മീനോട് കറി വെക്കണം. ഇതെല്ലാം ഇന്നും കുമ്പളങ്ങ കറിയാണോ? എന്റെ പിന്നെ കുമ്പളങ്ങാക്കറി കൂട്ടി കൂട്ടി ഇവിടെ മടുത്തു. ഞാൻ പറഞ്ഞതാണ് എന്റെ പപ്പായോട്. എന്നിട്ട് പപ്പ എന്നും കുമ്പളങ്ങ കൊണ്ടുവന്നത് പണ്ടിച്ച് വെക്കാതിരിക്കാൻ പറ്റുമോ? വെച്ചില്ലേ പിന്നെ തുള്ളിയല്ലേ. പപ്പാനോട് പറയാം കുമ്പളങ്ങ കഴിക്കാൻ ഞാൻ തന്നെ മടുത്തു. എങ്ങനെ ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ദിവസം കുമ്പളങ്ങയും മീന്, ഇന്ന് മിനിഞ്ഞാന്ന് കുമ്പളങ്ങയും മോരും, പിന്നെ എന്താ കുമ്പളങ്ങ കൊണ്ടില്ലാത്ത സാധനങ്ങളില്ല. ഇനിയും കുമ്പളങ്ങ വെച്ചിട്ടല്ല എന്നാ കറി ഉണ്ടാക്കാനാ പോയി. ഇത് തീരാറായില്ലേ? എന്റെ കുഞ്ഞെ അവിടെ ഒരു 10-75 എണ്ണം കൂടി ഇനിയും കായ്ച്ചു കിടക്കുക. പ്ലാവിന്റെ കൊമ്പൊടിയാറായി കിടക്കുന്നു. എന്നാലും കുമ്പളങ്ങ കുമ്പളങ്ങ കുമ്പളങ്ങ. പപ്പായി കുമ്പളങ്ങയിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ? ആർക്കറിയാം കൈവശം കൊടുത്തു. ഇതിങ്ങനെ തിന്ന് നിന്ന് പഠിച്ചു പോയെന്നേക്ക്. പച്ചക്കറി പച്ചക്കറി നീ പച്ചക്കറിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് മതി. ഒരു കണക്കിന് വിഷമില്ലാത്ത തിന്നുന്നതാ നല്ലത്. എന്നും പറഞ്ഞോടെ എന്നും കുമ്പളങ്ങ ആയിരുന്നതാ. എന്റെ കുഞ്ഞെ എന്നും പപ്പ ഫേസ്ബുക്ക് നോക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പക്ഷേ കുമ്പളങ്ങായും കൊണ്ട് എഴുത്തി പായസം വെക്കുന്നത് കണ്ടായിരുന്നു. അതാ പപ്പായുടെ കട്ടിലെങ്ങാനും പെട്ടാല്. ദൈവമേ, ആ യൂട്യൂബിൽ ഉള്ള ഒരു പെണ്ണുണ്ട്, ഓലമണ്ണിലൊക്കെ കൊണ്ട് പായസവും മറ്റേ എന്നാ സവാള വെച്ച് ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അതെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ദൈവമേ. അത് കണ്ടിട്ടായിരിക്കും നമ്മളോട് പറയുന്നത് ഇതെല്ലാം ചെയ്തോന്നും. എന്താ ചെയ്യാൻ പറ്റും? മമ്മി, ഞാൻ കിടങ്ങൂര് പോയിട്ട് ഒന്ന് വരാവേ. നീ എന്തിനിപ്പോ കിടങ്ങൾക്ക് പോണേ? അല്ല, ഈ കുമ്പളങ്ങ അല്ലാണ്ട് വല്ല മുട്ടയോ മീനോ എന്തായാലും കിട്ടുമെന്ന് നോക്കട്ടെ. എന്നാ ഒരു മിനിറ്റ് അവിടെ നിൽക്കേ. ഇതൊന്നും കൊണ്ട് ഒഴിക്കാൻ പോവാ. ഇതെന്നാ സംഭവം? ഇതിച്ച് വെള്ളം തിളപ്പിച്ചതാ. എന്നതിന്? തിളച്ചല്ലോ. അത് കുമ്പളത്തിന്റെ ചോട്ടിൽ ഒഴിക്കാനാണ്. എന്നതിന്? എന്നാത്തിനാന്ന് ചോദിച്ചാൽ കരിഞ്ഞു പോവാൻ. ഇത് പുലു മമ്മി, പപ്പായാലും അറിഞ്ഞാലോ? പപ്പ അറിയേല. പപ്പ അറിയാതിരുന്നാ പോരെ. നീ മിണ്ടാതിരുന്നാ മതി. മമ്മി, പപ്പ അറിഞ്ഞാ ഇവിടെ പ്രശ്നമാക്കും. പിന്നെ പപ്പ അറിയേലെന്നേ. തിളച്ച വെള്ളം കൊണ്ട് ഒഴിക്കുന്നതെന്ന് ആ മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ പോകുന്നത് കാണുന്നില്ലല്ലോ. നല്ലപോലെ വെട്ടി തിളച്ച് ഞാൻ നിർത്തിച്ച് കൊണ്ടുപോയി അത് കൊണ്ടുപോയി എടുക്കട്ടെ. എടുത്തു കൊണ്ടുപോയി കുമ്പളത്തിന്റെ ചൂട്ടി കൊണ്ടുപോയി എടുക്കട്ടെ. പപ്പ എങ്ങനെ അറിയോ? പപ്പ എന്ന് പറയുന്നത് മിണ്ടാതെ ഇങ്ങോട്ട് കാണണ്ടേ. പേടിയോ? പേടി തന്നെ. ഒരു കുമ്പളം കഴിഞ്ഞു പോയാൽ നീ വിഷമിക്കുന്നു. പപ്പ മൂടി നോക്കിയല്ലേ ഇങ്ങോട്ട് പോകാം. കുമ്പളത്തിന്റെ വേരെവിടെയാ? ഈ കുമ്പളത്തിന്റെ വേര് കണ്ടുപിടിക്കട്ടെ, നോക്കട്ടെ. ഇതാണോ? ഇത് പൊട്ടിക്കിടക്കുന്നതാണല്ലോ. ഇതല്ലല്ലോ. പോയിട്ടൊന്നുമില്ല. പോയാൽ ഇത്രയും പിന്നെയും കാഴ്ച കിടക്കിയിരുന്നേ. ദേണ്ടടി ഇതല്ലേ? ഇതാ കുമ്പളത്തിന്റെ പള്ളി. ഇത് ഉണ്ടോ? പപ്പ ഒന്നും വരികയില്ല. നീ ഒന്നും ഉണ്ടാതിരിക്കും. വേഗം വിട്ടോടിയാ. പപ്പ വരുന്നതിന് മുമ്പേ വേഗം വിട്ടു. കഴിഞ്ഞ തവണത്തെ അത്രയും വിളവൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കാട് നമ്മളെല്ലാം വല്ല കറിയോ പോലും വെക്കാം. എന്നാണല്ലോ ശരിക്കെല്ലാം വാട്ടമായി പോയി. എന്നാന്ന് ഒരു കാര്യം അറിയത്തില്ല. 10-60 കുമ്പളങ്ങ ആയിട്ട് വരും. വലിയ കറി കിടങ്ങാൻ. ഇതേതായാലും വേണ്ടിയില്ല. കറി വെല്ലും വെക്കാം. ഇന്ന് ഇങ്ങനെ കറി വെക്കാം. സാമ്പാർ ഇത് 2 കുമ്പളത്തിന് ചൂടിന് എന്തോ കേട് സംഭവിച്ചിട്ടുണ്ട്. 10-65 കുമ്പളങ്ങ കിട്ടിയതാണ്. ഇതിനെ പറ്റിയെന്ന് അറിയത്തില്ല. കുറെ എല്ലാം വാടി കിടക്കുക. ഞാൻ ആ കുമ്പളത്തിന്റെ ചുവട്ടി മുഴുവൻ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചതാ. എന്നിട്ട് ഇത്രയും കുമ്പളങ്ങ വലിയ കായ്ച്ചോ. അപ്പൊ നീ ആ കുമ്പളത്തിന് ചുവട്ടി നിനക്കെട്ട് ഞാൻ പണി വേറെ വെച്ച് തരാവടി. ഇപ്പൊ ഞാൻ ആളെ പിടികിട്ടില്ലോ. നീ കുറച്ച് കുമ്പളങ്ങ വായോട്. കുറെ കുമ്പളങ്ങ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇട്ടിട്ടുണ്ടായി. നീ തീരാൻ പോയതല്ല. നീ ഇതിനെപ്പറ്റി നീ കെട്ടി തൂക്കി വേണമെങ്കിലുണ്ടല്ലോ. ഒട്ടും കേടാതെ 8-10 കിട്ടിയിട്ടുണ്ട്. നീ കളയാതെ ഞാൻ ഈ അകത്ത് കയറ്റി വെച്ചോണ്ട് കേട്ടോ. ഓരോ നല്ല കറി വെക്കാം. ഇനിയിപ്പം പുതുമഴ വേറെ ഉണ്ടാകണം. കുമ്പളങ്ങയും വല്ലവരും വല്ലതും ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലൊപ്പം വീട്ടിൽ നിന്നും കൂടെ ഇവിടുത്തെ വിഷാംശമില്ലാത്ത സാധനമായിരിക്കും. കൈ കുടിക്കാം. സമയം 10 വേണ്ട.
റവിയോടാ. ശരി.